BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ചൈതന്യ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൈബർ അതിക്രമങ്ങളെ നേരിടുന്നത് സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊച്ചി സൈബർ ഡോം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ P. അരുൺ ക്ലാസ് നയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഉഷ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി ബീറ്റ് ഓഫീസർ ASC ജിജി, അസോസിയേഷൻ സെക്രട്ടറി അമ്പിളി S. കുമാർ, വൈസ് പ്രസിഡന്റ് ലീലാവതി മേനോൻ എന്നിവർ പ്രസംഗിച്ചു. പാറക്കടവ് പഞ്ചായത്തിലെ തിടുക്കേലി ഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ മിന്നൽ ചുഴലിയിൽ മരം വീണ വീടുകൾ തകർന്നു. കാർഷിക വിളകൾ നശിച്ചും വ്യാപക നാശം. മരം വീണ 3 വീടുകൾ ഭാഗികമായി തകർന്നു. പാടത്തി ഉണ്ണിയുടെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഈ സമയം വീടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇരുമ്പൻ ആന്റണിയുടെ വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ അടുത്തുനിന്ന പുളിമരം പതിച്ചെങ്കിലും അടുക്കളയിലുണ്ടായിരുന്ന ഭാര്യ മേരി പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കണ്ണൂളിപ്പറമ്പിൽ തിലകന്റെ വീടിനോട് ചേർന്നിരുന്ന പുളിമരവും കോൺക്രീറ്റ് വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. ഒട്ടേറെ പേരുടെ കൃഷികളും നശിച്ചു. വാഴ, ജാതി, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളും നശിച്ചു. മരങ്ങൾ പലതും വൈദ്യുതി ലൈനിൽ വീണതിനാൽ പ്രദേശത്ത് വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവശ്യ വസ്തുക്കൾ അയക്കുന്നു. തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ, സാനിറ്ററി പാഡ്, ഡയപ്പർ, കുടിവെള്ളം എന്നിവയാണ് അയക്കുന്നത്. എറണാകുളം ജില്ലയിൽ കൊച്ചിൻ കോർപ്പറേഷൻ ടൗൺ ഹാൾ വസ്തുക്കൾ ശേഖരിക്കുന്നതായി സജ്ജമായിട്ടുണ്ട്. ദുരന്ത മേഖലയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ സന്നദ്ധയുള്ളവർക്ക് സാധനങ്ങൾ എത്തിക്കാവുന്നതാണ്. ഈ ദുരിതത്തിൽ അവർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ 9911114272 എന്ന നമ്പറിലോ 8129069145 എന്ന നമ്പറിലോ 9567360733 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നെടുമ്പാശ്ശേരിയിൽ കനത്ത മഴയിൽ നാടെങ്ങും വെള്ളത്തിലായി. പാറക്കടവ്, കുന്നൂകര, ചെങ്ങമനാട് പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. പെരിയാറിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ പാറക്കടവ്, ചെങ്ങമനാട്, കുന്നൂകര പഞ്ചായത്തുകളിലെ പുഴത്തീരത്തെ ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. പാറക്കടവ് പഞ്ചായത്തിലെ 20ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കനത്ത മഴയെ തുടർന്ന് പെരിയാർ കരകവിഞ്ഞൊഴുകിയതോടെ ഒട്ടേറെ വീടുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങി. കരുമാലൂർ പഞ്ചായത്തിലെ മുറിയാക്കൽ, പുറപ്പിള്ളിക്കാവ്, മാട്ടുപുറം, അംബേദ്കർ, പുഞ്ച, മണ്ഡല തുടങ്ങിയ പ്രദേശങ്ങളിലെയും ആലങ്ങാട് പഞ്ചായത്തിലെ ചെറുതുരുത്ത്, പാനായിക്കുളം ഭാഗത്തെയും കുന്നൂകര പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചെറുത്തേക്കാനം ഭാഗത്തെയും വീടുകളാണ് വെള്ളക്കെട്ടിൽ മുങ്ങിയത്. 30ഓളം വീടുകൾ വെള്ളം കയറി. ചെറിയ തെക്മാനത്തെ വീടുകൾ പൂർണ്ണമായും മുങ്ങി. ആലങ്ങാട് കരുമാലൂർ മേഖലയിലെ ഇടറോഡുകൾ പലതും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെയോടെ തന്നെ വെള്ളം കരയിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയിരുന്നു. പ്രദേശത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിലാണ്. ഇന്നലെ പുലർച്ചെയോടെ തന്നെ നാട്ടുകാർ സ്വയം മുൻകരുതൽ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. കരുമാലൂർ, ആലങ്ങാട്, കോട്ടുവടി പഞ്ചായത്തുകളിലെ കുളങ്ങളും നിറഞ്ഞൊഴുകുകയാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിലും മഴയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 470 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. 18 ക്യാമ്പുകളാണ് തുറന്നത്. 7 വീടുകൾ ഭാഗികമായി തകർന്നു. കിഴക്കൻ മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. മൂവാറ്റുപുഴയിൽ 3 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 73 പേർ കഴിയുന്നു. കരുമാലൂർ, ആലങ്ങാട് മേഖലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇവിടെ 30ഓളം വീടുകൾ വെള്ളക്കെട്ടിലാണ്. ഇടറോഡുകൾ വെള്ളക്കെട്ടിലായതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. പറവൂരിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുത്തൻവേൽക്കര പഞ്ചായത്തിൽ ചാലക്കുടിയാറിനോടും പെരിയാറിനോടും ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം പൊങ്ങി. കോഴിത്തുരുത്ത്, തൈനപ്പുറം മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറിയതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ചേന്നമംഗലം, ചിറ്റാറ്റുകര പഞ്ചായത്തിലെ ചില വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ആലുവയിൽ 25ഓളം വീടുകളിൽ വെള്ളം കയറി. കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഉളിയന്നൂർ, കുഞ്ഞുണ്ണിക്കര പ്രദേശങ്ങളിലും ചൂർണിക്കര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമാണ് വീടുകളിൽ വെള്ളം കയറിയത്. ഈ വീട്ടുകാരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. ആലുവ താലൂക്കിൽ 10 ക്യാമ്പുകൾ തുറന്നു. കോതമംഗലം, കുട്ടാമ്പുഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 15 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. തൃക്കാരിയൂരിലും ചില വീടുകളിൽ വെള്ളം കയറി. വാഴക്കുളം പഞ്ചായത്തിലെ ചിലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി.
അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സ്പെഷ്യൽ സർവീസ് ആരംഭിച്ചു. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 12:50 ട്രെയിൻ പുറപ്പെട്ടത്. സ്പെഷ്യൽ ട്രെയിൻ ആയതിനാൽ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ ഇല്ലായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള സർവീസിന്റെ നിർത്തിവച്ചിരിക്കുന്ന ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഓഗസ്റ്റ് 4 ശേഷമുള്ള ബുക്കിംഗും ആരംഭിച്ചു. ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന സമയവും ട്രെയിൻ അവിടെ എത്തുന്ന സമയവും യാത്രക്കാരുടെ സൗകര്യം പരിഗണിക്കാതെയാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ബംഗളൂരു കന്റോൺമെന്റ് സ്റ്റേഷനിലേക്കും തിരികെയും ആഴ്ചയിൽ 3 ദിവസം വീതമാണ് സർവീസ്. ഓഗസ്റ്റ് 25 വരെയാണ് സ്പെഷ്യൽ സർവീസായി വന്ദേ ഭാരത് ഓടിക്കുക. എറണാകുളത്ത് നിന്നും ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:50 സർവീസ്. തൃപ്പൂണിത്തുറ മാർക്കറ്റ് പുതിയകാവ് റോഡിൽ ഗതാഗത കുരുക്ക് പതിവായിട്ടും കുലുക്കമില്ലാതെ അധികൃതർ. കൂടുതൽ വാഹനങ്ങൾ ഒരുമിച്ച് എത്തിയാലോ ഏതെങ്കിലും വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്താലോ ഇവിടം ഗതാഗത കുരുക്കിലമരും. തൃപ്പൂണിത്തുറ പുതിയകാവ് റോഡിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. സ്കൂൾ വണ്ടികളുടെ തിരക്ക് കൂടി വരുമ്പോൾ ഈ റോഡ് കടക്കാൻ അരമണിക്കൂറിലേറെ എടുക്കും. പലപ്പോഴും ഡ്രൈവർമാർ തമ്മിലുള്ള കയ്യാങ്കളിക്കും മറ്റും മാർക്കറ്റ് റോഡിലെ ആളുകൾ സാക്ഷിയാകേണ്ടി വരും. ചന്ത ദിവസങ്ങളിൽ മാർക്കറ്റിലെത്തുന്നവരുടെ വാഹനങ്ങളുടെ എണ്ണം കൂടിയാകുമ്പോൾ തിരക്ക് 10 മടങ്ങ് വർദ്ധിക്കും. ഗതാഗത കുരുക്ക് മൂലം സമീപത്തെ വ്യാപാരികളും കഷ്ടത്തിലാണ്. കാലവർഷക്കെടുതി ഭീഷണിയുള്ളതിനാൽ അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചതായി സെക്രട്ടറി അറിയിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.